ഇറാനിൽ അമേരിക്കയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനാകുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് 25-ന് ട്രംപ് പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ വിമാനങ്ങൾ ഇറാന്റെ ആകാശങ്ങളിൽ സ്വതന്ത്രമായി പറക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു വീരവാദങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് യുദ്ധത്തിന്റെ 35-ാം നാൾ, ഇറാൻ വെടിവച്ചിട്ടത് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നിനെയായിരുന്നു. യുദ്ധം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തകർത്ത് തരിപ്പണമാക്കി എന്നായിരുന്നു ഇസ്രായേൽ അടക്കം അവകാശപ്പെട്ടത്. അമേരിക്കയും വിട്ടുകൊടുത്തില്ല. ഇറാനുമേൽ കനത്ത പ്രഹരമേൽപ്പിക്കുന്നുണ്ടെന്നും വ്യോമാധിപത്യം ഇസ്രായേൽ US സംയുക്ത സേനയ്ക്കുണ്ടെന്നുമൊക്കെയായിരുന്നു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ വാദം. ഫെബ്രുവരി 28-ന് ശേഷം പലതവണ അമേരിക്കയും ഇസ്രായേലും ഇതുപോലെ ഇറാന്റെ സൈനിക ശേഷി നശിപ്പിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെയും ഇസ്രായേലിനെയും ഇറാൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 13 അമേരിക്കൻ സൈനിക താവളങ്ങളാണ് ഇറാൻ വാസയോഗ്യമല്ലാതാക്കി മാറ്റിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക വലിപ്പത്തിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ലെങ്കിലും ഇറാനെ വില കുറച്ചു കണ്ടതാണ് ട്രംപിന് തിരിച്ചടിയായത് എന്നാണ് റിപ്പോർട്ട്. ഇറാനിൽ ഒരുപാട് മനുഷ്യരെ കൊന്നുതള്ളാനും ആരോഗ്യ സംവിധാനങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ ആക്രമിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിലും യുദ്ധത്തിൽ ഇറാനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്കായിട്ടില്ല. ജനുവരി 3-ന് വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയ പോലെ എളുപ്പമായിരിക്കും ഇറാനിലും കാര്യങ്ങൾ എന്ന കണക്കുകൂട്ടൽ ട്രംപിനുണ്ടായിട്ടുണ്ടാകണം.